നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്ന് നമ്മളെല്ലാം ഏറ്റവും പ്രതീക്ഷയോടുകൂടി ഒരുപക്ഷെ ഉറ്റുനോക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണിപ്പൂർ സന്ദർശനമാണ്. നമുക്കറിയാം, ഈ മണിപ്പൂർ സംഘർഷം ഉണ്ടായതിനു ശേഷം ഈ കുക്കി മേത്തി സംഘങ്ങൾ തമ്മിലുള്ള വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം അങ്ങേയറ്റം രൂക്ഷമായ ഒരു സാഹചര്യത്തിന് ശേഷം ഇപ്പോൾ മണിപ്പൂർ സാധാരണ നിലയിലേക്കൊക്കെ നീങ്ങുകയാണ്. രാഷ്ട്രപതി ഭരണമാണ്. എന്തായാലും പ്രധാനമന്ത്രി ഇന്നിപ്പോൾ മണിപ്പൂർ സന്ദർശിക്കുമ്പോൾ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നതാണ് ഇവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. എന്തായാലും തലക്കെട്ടുകൾ കണ്ടതിന് ശേഷം റിപ്പോർട്ടുകളിലേക്ക്. സംഘർഷത്തിന് ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ മണിപ്പൂർ സന്ദർശനം ഇന്ന്. 8500 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സന്ദർശനത്തിനെതിരെ ബന്ദ് പ്രഖ്യാപിച്ച് തീവ്ര സംഘടനകൾ. കനത്ത സുരക്ഷയിൽ സംസ്ഥാനം. മസ്തിഷ്ക മരണം സംഭവിച്ച അങ്കമാലി സ്വദേശി ബിൽജിത്ത് എന്ന 18 വയസ്സുകാരന്റെ ഹൃദയം ഇനി കൊല്ലം സ്വദേശിനിയായ 13-കാരിയിലിടിക്കും. രാത്രി 1:30 തുടങ്ങിയ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 5 മണിയോടെ പൂർത്തിയായി. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യജീവികളെ കൊല്ലാൻ നിയമ ഭേദഗതിയുമായി സംസ്ഥാന സർക്കാർ. ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും. മലയോര ജനതയെ ഒപ്പം നിർത്തുക ലക്ഷ്യം. ഇന്ത്യയ്ക്ക് ഇരട്ടത്തിരിവ് പ്രഖ്യാപിച്ചത് ഭിന്നതയ്ക്കിടയാക്കിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാണ് തീരുവ ചുമത്തിയതെന്ന് ആവർത്തിച്ച് ട്രംപ്. കേരള ലോട്ടറിയുടെ GST ഉയർത്തിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി സംസ്ഥാന ലോട്ടറി സംരക്ഷണ സമിതി. ഈ മാസം 15-ന് രാജ്ഭവൻ മാർച്ച് നടത്തും. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ജപ്പാനിലെ ടോക്കിയോയിൽ തുടക്കമായി. പങ്കെടുക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നായി 2200-ലേറെ കായിക താരങ്ങൾ. പുരുഷ വനിതാ നടത്തത്തിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. ഏതാണ്ട് 2.25 വർഷത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ മണിപ്പൂരിൽ എത്തുകയാണ്. സംഘർഷമുണ്ടായതിനു ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി സംസ്ഥാനത്ത് എത്തുന്നത്. രാവിലെ മിസോറാമിലെത്തുന്ന മോദി ഉച്ചയ്ക്ക് മണിപ്പൂരിലെത്തും. 2 പരിപാടികളിൽ പങ്കെടുക്കും. KK പ്രശാന്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ കുക്കി മേത്തി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്ന സമയത്ത് പോലും ഒരുപക്ഷെ പ്രസ്താവന നടത്താൻ പോലും വിമുഖത കാട്ടിയിരുന്ന പ്രധാനമന്ത്രി, മണിപ്പൂരിലേക്ക് എത്താൻ വിമുഖത കാട്ടിയിരുന്ന പ്രധാനമന്ത്രി ഇന്നിപ്പോൾ 2.25 വർഷത്തിന് ശേഷം മണിപ്പൂരിൽ എത്തുന്നു. 8500 കോടിയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കാനിരിക്കുന്നു. മോദിയുടെ രാഷ്ട്രീയ ലക്ഷ്യമെന്ത്? സ്വപ്ന, ഗുഡ് മോർണിംഗ്. ഏതായാലും 5 സംസ്ഥാനങ്ങളാണ് പ്രധാനമന്ത്രി പ്രധാനമായും ഈ 3 ദിവസങ്ങളായി സന്ദർശിക്കുന്നത്. 15-ാം തീയതി വരെയാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം തുടരുന്നത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് 78,000 കോടി രൂപയുടെ പദ്ധതികൾ ആകെ പ്രധാനമന്ത്രി അതിന് തുടക്കം കുറിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അസമിലും മണിപ്പൂരിലും അതുപോലെ തന്നെ മിസോറാമിലും അതോടൊപ്പം തന്നെ കൊൽക്കത്തയിലും അതിനോടൊപ്പം തന്നെ ബീഹാറിലും ഈ 5 സംസ്ഥാനങ്ങളിലേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ഇതിലൊക്കെ തന്നെ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് മണിപ്പൂരിൽ നിലവിൽ സംഘർഷ സാധ്യത ഇപ്പോഴില്ല എങ്കിൽ പോലും കഴിഞ്ഞ കുറേ നാളുകളായി അസ്ഥിരത നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. രാഷ്ട്രപതി ഭരണത്തിന് കീഴിലാണ് സംസ്ഥാനം ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, അവിടെ വികസന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന വഴി കുക്കി മേത്തി വിഭാഗങ്ങളെ വിശ്വാസത്തിലെടുക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്നതോടെ സംസ്ഥാനത്ത് സമാധാനം പൂർണ്ണമായി ഉറപ്പാക്കുക ലക്ഷ്യമാണ്. മറ്റൊന്ന്, ഈ സന്ദർശനത്തിന് ഏറ്റവും പ്രധാനമായി എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ രാഷ്ട്രപതി ഭരണത്തിൽ നിന്ന് സംസ്ഥാനത്തെ മാറ്റുമോ എന്നുള്ളതാണ്. അതിന്റെ കൂടി ഭാഗമാണ് ഈ സന്ദർശനം എന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമാണ്. 8500 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത്. 7300 കോടി രൂപയുടെ പദ്ധതി ഈ കുക്കി വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ചുരാചന്ദ്പൂരിലാണ്. മെയ്തി വിഭാഗത്തിന് സ്വാധീനമുള്ള ഇംഫാലിലാണ്. 1200
200 കോടി രൂപയുടെ പദ്ധതിക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും മണിപ്പൂരിൽ ചെറിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാന സായുധ പോലീസ് വിഭാഗത്തിന്റെ സുരക്ഷാ സംവിധാനത്തിന് പുറമെ കേന്ദ്രസേനയുണ്ട്. പ്രധാനമന്ത്രി വരുന്നതുകൊണ്ട് തന്നെ SPGയുടെ സുരക്ഷയുണ്ട്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മണിപ്പൂരിൽ സന്ദർശിച്ച് അവിടെ നീക്കങ്ങൾ കൃത്യമായി തന്നെ പരിശോധിച്ച് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇരു വിഭാഗങ്ങളുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചർച്ച നടത്തി തന്നെയാണ് ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് എത്തുന്നത്. ഇതിൽ ചുരാചന്ദ്പൂരിലേക്ക് രാജീവ് ഗാന്ധിക്ക് ശേഷമാണ് ഒരു പ്രധാനമന്ത്രി അവിടേക്ക് എത്തുന്നതെന്ന് കൂടി ഉള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതിനോടൊപ്പം തന്നെ മിസോറാമിലും അതുപോലെ തന്നെ മണിപ്പൂരിലുമൊക്കെ തന്നെ ഡൽഹിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന ചില എക്സ്പ്രസ് വേകളുടെ പദ്ധതികൾക്ക് കൂടിയാണ് തുടക്കം കുറിക്കുന്നത്. പ്രത്യേകിച്ച് എക്സ്പ്രസ് ട്രെയിൻ പദ്ധതികൾ കൂടി തുടക്കമാകുന്നുണ്ട്. രാജധാനി ട്രെയിനുകളാണ് പ്രധാനമായും ഇത്തരത്തിൽ സർവീസ് നടത്തുക. കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്കും അതുപോലെ തന്നെ മിസോറാമിൽ നിന്ന് ഡൽഹിയിലേക്കും ഗുവാഹത്തിയിൽ നിന്ന് ഡൽഹിയിലേക്കും അങ്ങനെ 4 പദ്ധതികളാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ളത്. ഒപ്പം തന്നെ LPG ബോട്ട്ലിംഗ് പ്ലാന്റുകളുടെ ഉദ്ഘാടനമുണ്ട്. ഇങ്ങനെ നിരവധിയായ പദ്ധതികൾ അത് മണിപ്പൂരിലാണെങ്കിലും മിസോറാമിലാണെങ്കിലും മിസോറാമിൽ 9,000 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. ഇങ്ങനെ ഓരോ സംസ്ഥാനത്തും വിവിധ പദ്ധതികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇവിടെ ആഭ്യന്തര സംഘർഷങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വിശ്വസിക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ സന്ദർശനവും ഇത്രയധികം പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും മണിപ്പൂരിൽ ഉണ്ടാകും അല്ലെങ്കിൽ മിസോറാമിൽ ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെ തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് ഈ പാർലമെന്റിലടക്കം മണിപ്പൂർ വിഷയം വലിയ രീതിയിൽ ആയുധമാക്കിയതാണ്. നമുക്കറിയാം ഇപ്പോൾ മോദി 3-4 മണിക്കൂർ മാത്രമാണോ മണിപ്പൂരിൽ ചിലവഴിക്കുക? ഈ 2.25 വർഷത്തിനു ശേഷം 2.5 വർഷമാകുമ്പോൾ 3.25 മണിക്കൂർ അല്ലെങ്കിൽ 3-4 മണിക്കൂർ മാത്രമാണോ മണിപ്പൂരിൽ ഈ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ മണിപ്പൂരിൽ ചിലവഴിക്കുക എന്ന ചോദ്യമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത്. സ്വപ്ന, രാവിലെ പ്രധാനമന്ത്രി മിസോറാമിലെത്തും. അതിനുശേഷം ഉച്ചയ്ക്ക് 12:30ക്കാണ് ചുരാചന്ദ്പൂരിലേക്ക് എത്തുക. 2:30ക്കാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടാമത്തെ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. അതിന് ഇംഫാലിലാണ്. ഇംഫാലിന് ശേഷം അദ്ദേഹം നേരെ അസമിലേക്കാണ് പോകുന്നത്. സ്വാഭാവികമായി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു 3-4 മണിക്കൂർ മാത്രമാണ് അദ്ദേഹം സംസ്ഥാനത്തുണ്ടാകുക. അതിനിടയ്ക്ക് ഈ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം തന്നെ ഈ കലാപത്തിന് ഇരയായ ആളുകളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇനി അവിടെ ഏർപ്പെടുത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പ്രധാനമന്ത്രി ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കുക്കി മെയ്തി വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഇപ്പോഴും ഉള്ളത്. അവരോട് ചർച്ച നടത്തിയിട്ടാണ് റോഡുകൾ പോലും തുറന്നുകൊടുത്ത പ്രധാനമന്ത്രിയുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഒപ്പം തന്നെ മറ്റ് മൂവ്മെന്റുകളെല്ലാം തന്നെ ഈ യാത്രക്കാരുടെ അതോടൊപ്പം തന്നെ സൈന്യത്തിന്റെ സഞ്ചാരമൊക്കെ തന്നെ ഉറപ്പാക്കിയത്. സ്വാഭാവികമായും അങ്ങനെ ഒരു നീക്കത്തിന്റെ ഭാഗമായി ഇവരിൽ നിന്ന് ഈ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നേടിയെടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരുപക്ഷെ രാഷ്ട്രപതി ഭരണത്തിന് അറുതി വരുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിൽ ഏറ്റവും പ്രധാനമായും അടിസ്ഥാന സൗകര്യ വിഷയങ്ങളുടെയൊക്കെ തന്നെ അപര്യാപ്തത തന്നെയാണ് ഈ വിഭാഗങ്ങൾ പൂർണ്ണമായും ഈ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാൻ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷത്തിന്റെ വലിയ ആരോപണം തന്നെയാണ്. കാരണം 2023 മെയ്യിലാണ് മണിപ്പൂരിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നത്. പിന്നീട് ഇങ്ങോട്ട് നിരവധിയായ തരത്തിൽ സംഘർഷം ഉണ്ടാകുന്നു. 260-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്നു. വിവിധ തരത്തിലുള്ള പോലീസിന്റെ സൈന്യത്തിന്റെ ഭാഗത്ത് നടക്കുന്ന നടപടികൾ ഉണ്ടാകുന്നു. അപ്പോഴൊന്നും തന്നെ ഒരു തരത്തിലുള്ള നിലപാടും നടപടിയും പാർലമെന്റിലടക്കം പ്രഖ്യാപിക്കാനോ മുന്നോട്ട് വെക്കാനോ പ്രധാനമന്ത്രിയോ കേന്ദ്ര സർക്കാരോ ആ ഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. അത് വലിയ ചർച്ചയായിരുന്നു, വലിയ വിവാദങ്ങളായിരുന്നു. പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കമുണ്ടാകുന്നത്. സമാധാനം പുനഃസ്ഥാപിക്കട്ടെ, അതിനുശേഷം പ്രധാനമന്ത്രി എത്താം എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാർ നിലപാട്. ആ നിലപാടിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ഏറ്റവും ഒടുവിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ 4 ദിവസത്തിലധികമാണ് കുക്കി മെയ്തി വിഭാഗങ്ങളുമായി ആഭ്യന്തര മന്ത്രാലയം ചർച്ച നടത്തിയത്. ആ ചർച്ചയ്ക്ക് ഒടുവിലാണ് ചെറിയ റോഡുകൾ പോലും തുറന്നു കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ 2 വിഭാഗങ്ങളുടെ കൈവശമുള്ള മേഖലകൾ പോലും എല്ലാവർക്കും എത്താവുന്ന തരത്തിലേക്ക് എത്തിയത്. മാത്രമല്ല ആ റോഡുകളൊക്കെ തന്നെ ഹൈവേ ദേശീയപാതയൊക്കെ അടക്കമാണ് തുറന്നു കൊടുത്തത്. അല്ലെങ്കിൽ അവരുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2.5 വർഷത്തിനു ശേഷം ഇന്ന് മണിപ്പൂരിൽ എത്തുന്നു. സംഘർഷമുണ്ടായതിനു ശേഷം ആദ്യമായി പ്രധാനമന്ത്രി സംസ്ഥാനത്ത് എത്തുകയാണ്. രാവിലെ മിസോറാമിൽ ആണ് എത്തുന്നത്. ഉച്ചയ്ക്കാണ് മണിപ്പൂരിലെത്തുന്നത്. പ്രശാന്താണ് വിവരങ്ങളുമായി ചേർന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ഏറ്റവും ആശങ്കയോടെ പ്രാർത്ഥനയോടെയൊക്കെ ഇരുന്ന മറ്റൊരു വാർത്തയിലേക്കാണ്. മസ്തിഷ്ക മരണം സംഭവിച്ച അങ്കമാലി സ്വദേശി ബിൽജിത്ത് എന്ന 18 വയസ്സുകാരൻ്റെ ഹൃദയം ഇനി കൊല്ലം സ്വദേശിനിയായ 13-കാരിയിൽ മിടിക്കും. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിച്ച ബിൽജിത്തിൻ്റെ ഹൃദയമാണ് ലിസി ആശുപത്രിയിൽ എത്തിച്ച്
പെൺകുട്ടിയിൽ മാറ്റിവെച്ചത്. അശ്വതി ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അശ്വതി, ഈ 13-കാരിയിൽ ഹൃദയം മാറ്റിവെച്ചു കഴിഞ്ഞു, കുട്ടിയെ സുഖം പ്രാപിക്കുന്നു എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം നമുക്കറിയാം ഈ കഴിഞ്ഞ 2 ദിവസത്തിനിടെ ഇത് രണ്ടാമത്തെ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത് ലിസി ഹോസ്പിറ്റലിൽ. ഇനിയുള്ള മണിക്കൂറുകൾ എത്രത്തോളം നിർണായകമാണ്? മാത്രമല്ല ബിൽജിത്ത് എന്ന 18 വയസ്സുകാരൻ ഇനി അവയവങ്ങളെല്ലാം ദാനം ചെയ്തു. 6 പേരിലൂടെ ഇനിയും അവൻ ഈ ലോകത്ത് ജീവിക്കും. മസ്തിഷ്കമരണം സംഭവിച്ച അങ്കമാലി സ്വദേശി ബിൽജിത്ത് എന്ന 18-കാരൻ്റെ ഹൃദയം കൊല്ലം സ്വദേശിനിയായ 13-കാരിയിലേക്ക് മാറ്റിവെച്ചു. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിച്ച ബിൽജിത്തിൻ്റെ ഹൃദയം ലിസി ഹോസ്പിറ്റലിൽ എത്തിച്ച് പെൺകുട്ടിയിൽ മാറ്റിവെക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഇത്തരത്തിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള നടപടികളെല്ലാം, ഒരുപക്ഷെ ഈ രണ്ടാമത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുള്ള നടപടികളെല്ലാം നടന്നത്, പൂർത്തിയായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അശ്വതി, ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇപ്പോൾ ഈ ബിൽജിത്ത് എന്ന 18-കാരൻ അവൻ്റെ ഹൃദയം ഈ 13-കാരിക്ക്, കൊല്ലം സ്വദേശിനിയായ 13 വയസ്സുകാരി പെൺകുട്ടിയിലേക്ക് മാറ്റിവെക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങിയത്. ഈ പെൺകുട്ടി സുഖം പ്രാപിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുകയാണ്, വിശ്വസിക്കുകയാണ്. എങ്ങനെയാണ് വരും മണിക്കൂറുകൾ എത്രത്തോളം നിർണായകമാണ്? ഇതിപ്പോൾ പുലർച്ചെയോടെയാണല്ലോ ഈ സർജറി പൂർത്തിയായത്. നേരമാണ് ഉള്ളത്. 4 മണിക്കൂർ സമയമാണ് ഇത്തരത്തിൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന് ജോസ് ചാക്കോ പെരിയപുരം അദ്ദേഹം ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് പുലർച്ചെ 3:30 തന്നെ ഇതിന്റെ ആദ്യഘട്ടം, ഏറ്റവും നിർണായകമായ ഘട്ടം ശസ്ത്രക്രിയയുടെ അവസാനിച്ചിരുന്നു. മറ്റ് പ്രക്രിയകൾ അതിനുശേഷം അവസാനിച്ചു എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഔദ്യോഗികമായ ചില വാർത്താക്കുറിപ്പുകളും മറ്റും ലഭ്യമാകാനുണ്ട്. എന്തായാലും ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ശസ്ത്രക്രിയ നടത്തിയത്. ഇന്നലെ വന്ദേ ഭാരതിൽ ഈ പെൺകുട്ടിയെ കൊല്ലത്ത് നിന്നും കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ വലിയ വാർത്തയായിരുന്നു. പെൺകുട്ടിയോട് ഇന്നലെ രാവിലെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇത്തരത്തിൽ ഹൃദയം ലഭ്യമായതിനെ തുടർന്ന് 7 മണിയോടുകൂടി ആശുപത്രിയിൽ എത്തിച്ചേരാനായിരുന്നു അധികൃതർ അറിയിച്ചിരുന്നത്. എയർ ആംബുലൻസിന് സൗകര്യം തേടിയെങ്കിലും അത് ആ ഘട്ടത്തിൽ ലഭ്യമായിരുന്നില്ല. ഉടൻ തന്നെ വളരെ വേഗത്തിൽ കൊച്ചിയിൽ എത്താനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ട്രെയിൻ മാർഗമാണ്. 7 മണിയോടുകൂടി എത്തണമെങ്കിൽ അത് വന്ദേ ഭാരതിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് വന്ദേ ഭാരത് തെരഞ്ഞെടുക്കുന്നത്. ജനപ്രതിനിധികളുടെ ഒക്കെ തന്നെ ഒരു ഡിസ്കഷനും ആ സമയത്ത് നടന്നിരുന്നു. അവരുടെ ഒക്കെ പിന്തുണയോടുകൂടി നാട്ടുകാർ, പോലീസ്, റെയിൽവേ അധികൃതർ തുടങ്ങിയ ഒരു നീണ്ട നിരയായിരുന്നു ഈ പെൺകുട്ടിയെ ഇവിടേക്ക് സുഗമമായി എത്തിക്കാനായിട്ട് ഉണ്ടായിരുന്നത്. പെൺകുട്ടിയെ വൈകുന്നേരം 7 മണിയോടുകൂടി തന്നെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുകയും അവിടെ കാത്തുനിന്ന ലിസി ആശുപത്രിയിലെ ആംബുലൻസിൽ വളരെ വേഗം ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. പോലീസിന്റെ ഒക്കെ നിർണായകമായ ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. മറ്റെല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ ആയിരുന്നു. ഈ കുട്ടിക്ക് ആദ്യമായിട്ട് ഈ ഹൃദയം സ്വീകരിക്കാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഇപ്പോൾ ഉണ്ടോ എന്ന ചില ചെക്കപ്പുകളൊക്കെയാണ് നടന്നിരുന്നത്, പരിശോധനകൾ നടന്നു. അതിനുശേഷം അത് എല്ലാം പൂർത്തിയായതിനു ശേഷം രാത്രിയോടുകൂടി തന്നെ നിർണായകമായ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നു. ഈ കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ 2 ശസ്ത്രക്രിയകളാണ്, ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളാണ് ലിസി ആശുപത്രിയിൽ നടന്നത്. അതിൽ ആദ്യത്തേത് നമ്മൾ കണ്ടിരുന്നു, തിരുവനന്തപുരത്തു നിന്നും എയർ ആംബുലൻസിലാണ് ഹൃദയം ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. അതിനിർണായകമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്. ഇന്നലെ നടന്നത് അങ്കമാലി ആശുപത്രിയിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കുകയായിരുന്നു. അങ്കമാലി ആശുപത്രിയിൽ നിന്ന് വളരെ വേഗത്തിൽ തന്നെ ലിസി ആശുപത്രിയിലേക്ക് ഹൃദയം എത്തിക്കുകയും ചെയ്തു. അതിൽ മറ്റ് കുഴപ്പങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നത് മാത്രമായിരുന്നു
ആദ്യഘട്ടത്തിൽ ഒരു പ്രതിസന്ധിയായി ഉണ്ടായിരുന്നത്. പക്ഷെ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നതോടുകൂടി ഈ കുട്ടിയെ വളരെ വേഗത്തിൽ തന്നെ 7 മണിയോടുകൂടി തന്നെ ഡോക്ടർമാർ പറഞ്ഞ കൃത്യസമയത്ത് തന്നെ ലിസി ആശുപത്രിയിൽ എത്തിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. എന്തായാലും ശസ്ത്രക്രിയാ നടപടികൾ എല്ലാം തന്നെ പൂർത്തിയായി. അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെയാണ് നടന്നു വരുന്നത്. എന്തായാലും കുട്ടിയുടെ വരും മണിക്കൂറുകൾ അങ്ങേയറ്റം നിർണായകമാണ്. 13 വയസ്സുകാരിയിൽ ഇനി അങ്കമാലി സ്വദേശി ബിൽജിത്തിൻ്റെ എന്ന 18 വയസ്സുകാരൻ്റെ ഹൃദയം ഇടിക്കും. കുട്ടി പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യക്ക് ഇരട്ടത്തീരുവ പ്രഖ്യാപിച്ചത് ഭിന്നതയ്ക്കിടയാക്കിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നു. ഇന്ത്യക്ക് മേൽ താരിഫ് ചുമത്തുക എന്ന തീരുമാനമെടുക്കുന്നത് എളുപ്പമായിരുന്നില്ലെന്നും അത് ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കത്തിന് ഇടയാക്കിയെന്നും ട്രംപ് ഒരു അഭിമുഖത്തിലാണ് പറഞ്ഞത്. ഇന്ത്യക്ക് മേൽ ചുമത്തിയ അധിക തീരുവയെ ചെറിയ ഒരു തടസ്സമെന്നാണ് അഭിമുഖത്തിൽ ട്രംപ് വിശേഷിപ്പിച്ചത്. ഇന്ത്യയുമായുള്ള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കുമെന്നും US പ്രസിഡന്റ് പറഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാണ് തീരുവ ചുമത്തിയതെന്നും ട്രംപ് വ്യക്തമാക്കി. എന്നാൽ ഇരട്ട തീരുവ പിൻവലിക്കുമെന്ന സൂചന ട്രംപ് നൽകിയിട്ടില്ല. ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഖത്തറിനെ അനുനയിപ്പിക്കാൻ അമേരിക്ക രാജ്യത്ത് സന്ദർശനത്തിനെത്തിയ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ ചർച്ച നടത്തി. ട്രംപിന്റെ അത്താഴ വിരുന്നിൽ അൽ താനി പങ്കെടുക്കും. അതേസമയം ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഇനി ഒരു പ്രകോപനം ഉണ്ടാകില്ലെന്ന് ട്രംപ് ഖത്തറിന് ഉറപ്പു നൽകിയിട്ടുണ്ട്. സംഘർഷം അവസാനിപ്പിക്കാനുള്ള സാധ്യതകളെയാണ് ഇസ്രയേൽ അട്ടിമറിച്ചതെന്ന് ഖത്തർ കുറ്റപ്പെടുത്തി. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ നിയമ ഭേദഗതിക്ക് സർക്കാർ. ഇതടക്കമുള്ള ബില്ലുകൾക്ക് അംഗീകാരം നൽകാൻ ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലാണ് സർക്കാർ ഭേദഗതി വരുത്തുന്നത്. കേന്ദ്ര നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരിന് രാഷ്ട്രപതിയുടെ അനുമതി വേണം. ബില്ലുകൾ അടുത്ത ദിവസം ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് ശ്രമം. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ്. രജിത്, അതാണ് ഈ സൂചിപ്പിച്ചതുപോലെ പ്രധാന കടമ്പ. ഈ കേന്ദ്ര നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാൻ രാഷ്ട്രപതിയുടെ അനുമതി സംസ്ഥാന സർക്കാരിന് ആവശ്യമാണ്. ഇപ്പോൾ ഈ ഒരു നിയമ ഭേദഗതിയിലേക്ക് സർക്കാർ കടക്കുന്ന ഒരുപക്ഷെ മലയോര ജനതയെ കൂടി ഒപ്പം കൂട്ടി വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ലക്ഷ്യങ്ങളിലൊന്നല്ലേ? തീർച്ചയായും ഈ വന നിയമത്തിൽ 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന് കാലങ്ങളായി സർക്കാർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. അത് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ കാലങ്ങളായി ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിലൊന്നൊരു മാറ്റം ഇതുവരെ ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇത്തരം ഒരു നീക്കവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജനറലുമായി നടത്തിയ ചർച്ചയിലും അപ്പം കരട് ബില്ല് അഡ്വക്കേറ്റ് ജനറലിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് എന്ത് തന്നെയായാലും രാഷ്ട്രപതിയുടെ ഒരു അംഗീകാരം ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നത് തന്നെയാണ്. അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത്തരമൊരു രാഷ്ട്രപതിയുടെ അനുമതി കൂടി ഉണ്ടാകേണ്ടതുണ്ട്. എങ്കിൽ തന്നെയും ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇത്തരമൊരു നീക്കം നടത്തുകയാണ്. കാരണം അത് ഒരു പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിച്ചുകൊണ്ട് തന്നെ ഈ ബില്ല് അംഗീകരിക്കുന്നതിനുള്ള നിലയിലേക്ക് പോകുന്നു. അതിനുശേഷം അടുത്ത ദിവസം നിയമസഭാ സമ്മേളനം ചേരുന്നുണ്ട്. ആ നിയമസഭാ സമ്മേളനത്തിൽ ഇത് ബില്ല് പാസ്സാക്കിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായുള്ള പ്രധാനപ്പെട്ട ഒരു മന്ത്രിസഭാ യോഗം കൂടിയാണ് ഇന്നിപ്പോൾ ചേരുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ക്ഷുദ്രജീവിയായി ജീവികളെ പ്രഖ്യാപിക്കുന്നത്, അതായത് വനത്തിന് പുറത്തേക്ക് എത്തിച്ച് ആളുകളെ ആക്രമിക്കുന്ന ജീവികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കുന്നതിനുള്ള ബില്ലും ഈ കൂട്ടത്തിൽ അനുമതി നൽകുകയാണ്. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ ഇന്നത്തെ യോഗത്തിൽ വരുന്നുണ്ട്. അത് ചന്ദന മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നത്, സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ ചന്ദന മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആ ചന്ദന മരങ്ങൾ അവർക്ക് തന്നെ മുറിച്ചു മാറ്റുന്നതിന് വനം വകുപ്പിന്റെ അനുമതിയോടുകൂടി മുറിച്ചു മാറ്റുന്ന ബില്ല്, ഈ 3 ബില്ലുകളാണ് ഇപ്പോൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗം അനുമതി നൽകുന്നത്. അടുത്ത ദിവസം നിയമസഭാ സമ്മേളനത്തിൽ ഇത് പാസ്സാക്കിയെടുക്കാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ സ്വപ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ രാഷ്ട്രപതിയുടെ ഒരു അംഗീകാരം ഇത്തരത്തിൽ കേന്ദ്ര വന നിയമത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ വേണം എന്ന് നിലനിൽക്കെ തന്നെയാണ് ഇത്തരം ഒരു ശ്രമം സർക്കാർ ഇപ്പോൾ നടത്തുന്നത്. അത് ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ വനമേഖലകളിലോട് അടുത്ത് കിടക്കുന്ന ജനങ്ങളെ കൂടി ചേർത്ത് നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയായിരിക്കാം ലക്ഷ്യം വെക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്ത് തന്നെയായാലും ഈ കാര്യത്തിൽ നേരത്തെ മുതൽ തന്നെ സർക്കാർ ഒരു ശ്രമങ്ങൾ നടത്തി വന്നിരുന്നു. അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പെയാണ് ഇത്തരത്തിൽ അഡ്വക്കേറ്റ് ജനറലുമായി മന്ത്രി ചർച്ച നടത്തുകയും വനം മന്ത്രി ചർച്ച നടത്തുകയും ഈ കരട് ബില്ല് സമർപ്പിക്കുകയും ചെയ്തു. മറുപടി നൽകിയാണ് സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ നിയമ ഭേദഗതി അടക്കമുള്ളവ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യും.
കേരള ലോട്ടറിയുടെ GST ഉയർത്തിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി സംസ്ഥാന ലോട്ടറി സംരക്ഷണ സമിതി. നിലവിൽ 28% നികുതി 40%ആയാണ് കേന്ദ്രം ഉയർത്തിയത്. ഇത് ലോട്ടറി തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കും. പ്രതിഷേധിച്ച് ഈ മാസം 15-ന് രാജ്ഭവൻ മാർച്ച് നടത്താനാണ് ലോട്ടറി സംരക്ഷണ സമിതിയുടെ തീരുമാനം. സംസ്ഥാന ഭാഗ്യക്കുറിക്ക് നിലവിൽ 28% GST-യാണ് കേന്ദ്രം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാസം 3-ന് ചേർന്ന GST കൗൺസിലാണ് ഭാഗ്യക്കുറിയുടെ GST 40%-ആയി ഉയർത്തിയത്. നിലവിൽ ടിക്കറ്റിന് 10 രൂപ 93 പൈസ എന്ന നികുതി ഇതോടെ 14 രൂപ 28 പൈസയായി ഉയരും. ഇത് 2 ലക്ഷത്തോളം വരുന്ന ലോട്ടറി വിൽപ്പനക്കാരെയാണ് നേരിട്ട് ബാധിക്കുന്നത്. ആഡംബര വസ്തു അല്ലെങ്കിൽ ആഡംബര ഉൽപ്പന്നമായിട്ടാണ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയെ കേന്ദ്ര ഗവൺമെൻറ് കാണുന്നത്. നമുക്കറിയാം, ഏറ്റവും നിർധനരായ തൊഴിലാളികളാണ്, ഏറ്റവും നിർധനരായ ആളുകളാണ്, അംഗപരിമിതരായ ആളുകളാണ് ഈ ലോട്ടറി വിൽക്കുന്നത്. ആ ഉൽപ്പന്നത്തിന് ആഡംബര വസ്തുവായി കണക്കാക്കപ്പെടുക എന്ന് പറഞ്ഞാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് മനസ്സിലാക്കണം. 3 രൂപ 35 പൈസയാണ് ഇപ്പം ഈ വർധനയിലൂടെ ലോട്ടറി GST പുതുതായി കാണേണ്ടത്. നിലവിൽ 10 രൂപ 93 പൈസയാണ് നിലവിൽ 28% GST അടയ്ക്കുന്നത്. അതിന്മേൽ 3 രൂപ 35 പൈസയും കൂടെ ഇപ്പോൾ പുതുതായി വർദ്ധിക്കും. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര ധനകാര്യമന്ത്രിക്കടക്കം നിവേദനം നൽകിയെങ്കിലും പരിഗണിക്കാൻ തയ്യാറായിട്ടില്ല. ഇതോടെയാണ് പ്രതിഷേധം ശക്തമാക്കാൻ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ലോട്ടറി സംരക്ഷണ സമിതി രംഗത്തെത്തുന്നത്. 15-ാം തീയതി രാജ്ഭവനിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനം. 15-ാം തീയതി ലോട്ടറി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ശേഷം ജില്ലകളിലും എല്ലാ ജില്ലകളിലും കേന്ദ്ര ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളിലേക്ക് ലോട്ടറി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെയുള്ള തീയതികളിൽ എല്ലാ ജില്ലയിലും സമരം നടക്കുന്നുണ്ട്. ശേഷം ഞങ്ങൾ അടുത്ത് തന്നെ പാർലമെൻറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ഈ മാസം 27-ന് തിരുവോണ ബമ്പർ നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് 25-ാം തീയതി മുതൽ പുതിയ നികുതി ഘടന ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലോട്ടറി വിൽപ്പനക്കാരെ ബാധിക്കാത്ത വിധം ക്രമീകരണങ്ങൾ നടത്താൻ സംസ്ഥാന സർക്കാരിനോടും ട്രേഡ് യൂണിയനുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആധുനിക ലോകത്ത് സൈബർ സുരക്ഷയിൽ രാജ്യം കുറച്ചുകൂടി മുന്നോട്ട് പോകാനുണ്ടെന്ന് വിദഗ്ധർ. ഇന്ത്യൻ നിർമ്മിത സോഫ്റ്റ്വെയർ ദാതാക്കളായ ഇൻസ്പാർക്ക് ഡേറ്റ മേഖലയിലെ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ നടത്തിയ ചർച്ചയിലാണ് സൈബർ ലോകത്തെ വിദഗ്ധർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ ഡെപ്യൂട്ടി ഡയറക്ടർ RS മണി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചർച്ചയുടെ ഭാഗമായി. രാജ്യത്തെ സൈബർ സുരക്ഷാ മേഖലയിലാണ് ഇൻസ്പാർക്ക് പ്രവർത്തിക്കുന്നത്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് ഇൻസ്പാർക്കിന്റെ പ്രവർത്തനം. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം, രാജ്യത്തെ പ്രമുഖ ബാങ്കുകൾ എന്നിവയുടെ വിവരങ്ങൾ സുരക്ഷിതമാക്കി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഇൻസ്പാർക്കാണ്. ഡാറ്റ സെക്യൂരിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുമായി ചേർന്നാണ് ഇൻസ്പാർക്കിന്റെ പ്രവർത്തനം. Inspark and DSA has a long-standing relationship. They have also won the Best Security Product of the Year award in year 2022. And they have been contributing to the India's indigenous ecosystem across PSUs, government, defense and enterprise. On this occasion of Onam, DSI and Inspark come together to celebrate tradition and technology and innovation. ഇന്ത്യൻ നിർമ്മിത AI സംവിധാനം ഉപയോഗിക്കുന്ന പുതിയ സോഫ്റ്റ്വെയർ ഉൽപ്പന്നങ്ങൾ ഇൻസ്പാർക്ക് പുറത്തിറക്കി. ഇതിന്റെ ഭാഗമായി നടന്ന ചർച്ചയിൽ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ ഡെപ്യൂട്ടി ഡയറക്ടർ RS മണി, സിസോ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ സെൻഗുപ്ത, ടെലികമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ RS ശർമ്മ എന്നിവർ പങ്കെടുത്തു. തേജ ചിന്തലപ്പെട്ടി മോഡറേറ്ററായിരുന്നു. It's a matter of time. I agree that there are gaps here, but gaps will be there anywhere when you bring in a change. And I think how quickly we address this gap through various initiatives, and I think one of them is ANRF, which I have a lot of hopes that this will definitely bring in a quick revolutionary way of getting things, getting a huge amount of patents, because right now we are focusing more towards patents, and so that slowly you can start getting benefited by those patents. Your own patent, you create your own intelligence, and that leads the product capabilities. That is the phase actually that we need to have in our country. So these are the steps when we actually move forward in terms of making our own products. We need to see that these opportunities should not be sort of capitalized by certain people or industry in their own favor without developing the thing.
I am vulnerable if I am using a third-party tool which is not from India and which has its own sort of geopolitical issues. We don't know whom I am going to trust. But I am equally vulnerable if I am using an Indian tool which is not developed enough. അമൃത വിശ്വവിദ്യാപീഠത്തിലെ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കൂടി സ്വരൂപിച്ചാണ് ഇൻസ്പാർക്കിന്റെ പ്രവർത്തനം. നോയിഡയിലെ ഡാറ്റാ സെക്യൂരിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ വിവിധ സ്ഥാപനങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. ഡാറ്റാ സെക്യൂരിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അഡ്വൈസർ ദേവേഷ് വത്സ ആമുഖ പ്രഭാഷണം നടത്തി. തുടർന്ന് ജീവനക്കാർക്കും അതിഥികൾക്കുമായി വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. പോയ വാരം വിപണി എങ്ങനെ വിലയിരുത്തുന്നു? ഈ ഒരാഴ്ചയും വിപണിയിൽ നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. തുടർച്ചയായി 8 ദിവസം വിപണിയിൽ നേട്ടത്തിൽ വ്യാപാരം തുടർന്നു. 25,100 എന്ന നിലവാരത്തിന് മുകളിൽ ഉന്നത സൂചികയായി നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷം ആദ്യമായാണ് 25,100 എന്ന നിലവാരത്തിന് മുകളിൽ നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിപ്പിക്കുന്നത്. ഇതൊരു പ്രധാന നിലവാരം തന്നെയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വിപണിയിൽ നേട്ടം നിലനിൽക്കണമെങ്കിൽ ഈ നിലവാരത്തിന് മുകളിൽ വ്യാപാരം തുടരേണ്ടതുമുണ്ട്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. സാങ്കേതികമായും ഈ നിലവാരം വളരെ പ്രധാനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ പല ദിവസങ്ങളിലും വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു. മാത്രമല്ല ചില ദിവസങ്ങളിൽ നിക്ഷേപത്തിൻ്റെ അല്ലെങ്കിൽ വിൽപ്പനയുടെ തോത് ഗണ്യമായി കുറയുകയും ചെയ്തിട്ടുണ്ട്. ഇതും കാണിക്കുന്നത് വിപണിയിൽ ഒരു നേട്ടം ആവർത്തിക്കുമെന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഇന്ത്യ വിക്സ് സൂചികയിലുണ്ടായിട്ടുള്ള ഇടിവാണ്. വിപണിയിലെ ഏറ്റക്കുറച്ചിലുകളെ സൂചിപ്പിക്കുന്ന ഇന്ത്യ വിക്സ് 10% എത്തി. ഇത് തന്നെ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഒരുപക്ഷെ അടുത്ത കുറേ കാലത്തിനിടെ ഉണ്ടാകുന്ന ഏറ്റവും കുറഞ്ഞ നിലവാരം തന്നെയാണ്. മാത്രമല്ല സാങ്കേതികമായി വിപണിയിലെ സൂചികയിലെ ശരാശരി നീക്കം 50 ദിവസത്തെയും 10 ദിവസത്തെയും 100 ദിവസത്തെയും ശരാശരി നീക്കവുമെല്ലാം വിപണിക്ക് അനുകൂലമായ രീതിയിൽ തുടരുന്നത് കാണിക്കുന്നത് വിപണി മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്നാൽ ഇനിയുള്ള ഉയർച്ചയിൽ ഒരുപക്ഷെ നിക്ഷേപകരുടെ ഭാഗത്തുനിന്നും ലാഭമെടുക്കൽ ഒരു പ്രവണത കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ ആ ഒരു സാഹചര്യവും നിക്ഷേപത്തിനുള്ള അവസരമായി പ്രയോജനപ്പെടുത്താവുന്നതുമാണ്. എന്തായാലും വരും ദിവസങ്ങളിലും വിപണി നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്നൊരു പ്രതീക്ഷയോടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരുമാകട്ടെ, പ്രവർത്തനം ഏത് മേഖലയിലുമാകട്ടെ, കഴിവുണ്ടെങ്കിൽ ജീവിത വിജയം നേടാൻ കഴിയാതെ പോകുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടിയാണ് ഗുഡ് മോർണിംഗ് കേരളത്തിൽ അമൃത ന്യൂസ് ഒരുക്കുന്ന പുതിയ സെഗ്മെന്റ് ദി ഗെയിം ചേഞ്ചർ. പ്രശസ്ത ക്രിക്കറ്റ് കമന്റേറ്ററും സ്പോർട്സ് ബ്രോഡ്കാസ്റ്ററും കോളമിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറും മൃദംഗ വിദ്വാനുമൊക്കെയായ ശ്രീദത്ത് എസ് പിള്ളയാണ് ഗെയിം ചേഞ്ചർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഇടതടവില്ലാത്ത പരിശീലനമാണ് വിജയത്തിലേക്കുള്ള വഴിയെന്നും ചെയ്യുന്ന ജോലി ബോറടിയില്ലാതെ എങ്ങനെ ആസ്വാദികരമാക്കാമെന്നും പറഞ്ഞു തരികയാണ് ഇന്ന് ഗെയിം ചേഞ്ചറിലൂടെ ശ്രീദത്ത് പിള്ള. ഞാൻ ഒരിക്കൽ ലിയാൻഡർ പേസിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ, ലിയാൻഡർ പേസിനെ നമുക്കറിയാം, ഐക്കോണിക് ടെന്നീസ് പ്ലെയർ, ഇന്ത്യയുടെ അഭിമാനം, 18 ഗ്രാൻഡ് സ്ലാംസ്, അതുപോലെ തന്നെ ഒരു ഒളിമ്പിക് ബ്രോൺസ് മെഡൽ, ഇതൊക്കെ നേടിയ ഒരു ടെന്നീസ് താരം ലിയാൻഡർ പേസ്. ആൻഡ് ഇറ്റ്സ് എ പ്ലഷർ ടോക്കിംഗ് ടു ഹിം. ഇറ്റ്സ് സച്ച് എ നൈസ് കമ്മ്യൂണിക്കേറ്റർ. അപ്പോൾ ഞാൻ ലിയാൻഡർ പേസിനോട് ചോദിച്ച ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു, ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് മെയ്ഡ് ഹിം ദ ചാമ്പ്യൻ ദാറ്റ് ഹി ബിക്കെയിം. അപ്പോൾ എന്നോട് ലിയാൻഡർ പേസ് പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ലൈൻ അല്ലിത്, പക്ഷേ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് അദ്ദേഹം പറയുമ്പോഴാണ്. അതായത് 10,000 hours and 3 million repetitions build muscle memory, and that's what makes a champion. അതായത് ഒരു ചാമ്പ്യൻ ആവാൻ 10,000 മണിക്കൂറുകളും 3 മില്യൺ റെപ്പറ്റീഷൻസും. ഇറ്റ് ജസ്റ്റ് ഗോട്ട് മീ തിങ്കിങ്. 3 മില്യൺ റെപ്പറ്റീഷൻ, 10,000 മണിക്കൂർ. ഏതൊരു ചാമ്പ്യൻ്റെ പുറകിലും ഇതുപോലത്തെ ഒരു ഹാർഡ് വർക്കാണുള്ളത്. എനിക്ക് തോന്നിയൊരു കാര്യം, അതിൽ ബോറടിക്കുക എന്നൊരു എലമെൻ്റ് ഉണ്ടാവും, ഇല്ലേ? എന്നാലോചിച്ച് നോക്കിയേ, എങ്ങനെയാണ് ഇത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്? പക്ഷേ അതാണ് ലൈഫിൻ്റെ ഒരു കാര്യം. നമ്മൾ ബോറടി ഇല്ലാതെ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് നമുക്ക് സക്സസ്. അതായത്
നന്നായിട്ട് കുത്തിയിരുന്ന് പഠിക്കുക. അത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ല, പക്ഷേ അത് അങ്ങനെ പഠിച്ചാലേ ഉന്നത വിജയം കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. എപ്പോഴും എനിക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്, അതായത് ഈ സക്സസ്സിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ആഹാരവും തമ്മിലൊരു ഒരു ഒരു റിലേഷൻ ഉണ്ട്. അതായത് ആഹാരത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദ ടേസ്റ്റ് ആൻഡ് ഹെൽത്ത് ദേ ഡോണ്ട് എഗ്രി വിത്ത് ഈച്ച് അതർ മെനി എ ടൈം. നമുക്ക് വായിക്ക് രുചിയുള്ള അല്ലെങ്കിൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന പല ഭക്ഷണ സാധനങ്ങളും നമ്മുടെ ശരീരത്തിന് അല്ലെ ആരോഗ്യത്തിന് അത്ര നല്ലതായിരിക്കില്ല. അതുപോലെ തന്നെയാണ്, ഇഫ് യു വാണ്ട് ടു ബി സക്സസ്ഫുൾ, ഇറ്റ്സ് നോട്ട് വാട്ട് യു വാണ്ട് ടു ഡു ഓർ വാട്ട് interests you, it is what you have to do, and what you have to do may not be the most interesting thing. അതായത് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെയ്യാൻ എൻജോയ് ചെയ്യുന്ന കാര്യം ആയിരിക്കില്ല നമുക്ക് വിജയം കൊണ്ടുവരുന്നത്. നമുക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ചെയ്യാൻ ബോറടിക്കുന്ന കാര്യങ്ങളായിരിക്കും. മൈക്ക് ടൈസൺ പറഞ്ഞൊരു കാര്യമുണ്ട്. മൈക്ക് ടൈസൺ, ദി യങ്ങസ്റ്റ് ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ സ്പോർട്ട്, 20ാമത്തെ വയസ്സിൽ ബോക്സിംഗ് ചാമ്പ്യനായി. മൈക്ക് ടൈസനെ പറ്റി പറയുമ്പോൾ ആൾക്കാർ ഒരു നിഷേധി അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു കുറ്റകൃത്യത്തിന് ജയിലിൽ പോയ ആളെന്നൊക്കെ പറയും. പക്ഷേ മൈക്ക് ടൈസൺ ഒരു വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ട്രെയിനിങ് റെജീം കൂടി ഉണ്ടായിരുന്നു. ടൈസൺ പറഞ്ഞാണ്, 4 മണിക്ക് ഞാൻ എഴുന്നേക്കും, ഞാൻ എഴുന്നേറ്റ് ഓടും. ഐ യൂസ് റൺ അറ്റ് 4 o'clock ആൻഡ് ഐ ഹേറ്റ് ഡൂയിങ് ഇറ്റ്. എനിക്ക് ഇഷ്ടമേ അല്ല അത് ചെയ്യുന്നത്. ബട്ട് ഐ ഡിഡ് ഇറ്റ് ബിക്കോസ് ഐ ന്യൂ നൺ ഓഫ് മൈ ഒപ്പോണൻസ് വിൽ ബി അപ്പ് ആൻഡ് റണ്ണിങ്. അതായത് ആ സമയത്ത് എൻ്റെ എതിരാളികൾ ആരും എഴുന്നേറ്റ് ഓടുകയില്ല. ഇനി ആരെങ്കിലും ഓടുന്നതായിട്ട് ഞാൻ കാണുവാണെങ്കിൽ ഞാനത് 2 മണിക്ക് എഴുന്നേറ്റ് ഓടും. 2 മണിക്ക് ഞാൻ ആരെങ്കിലും കാണുവാണെങ്കിൽ ഞാൻ 12 മണിക്ക് എഴുന്നേറ്റ് ഓടും. ഇനിയും 12 മണിക്ക് ആരെങ്കിലും കാണുവാണെങ്കിൽ ഞാൻ ഉറങ്ങാതെ ഞാൻ ആ കാര്യം ചെയ്യും. സോ ദാറ്റ്സ് വാട്ട് ചാമ്പ്യൻസ് ഡു. സഞ്ജയ് സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞൊരു കർണാട്ടിക് മ്യൂസീഷ്യനുണ്ട്. അദ്ദേഹം പറഞ്ഞു, ആദ്യ കാലങ്ങളിൽ അദ്ദേഹത്തിന് ഒരു കച്ചേരി മുഴുമിക്കാൻ പറ്റിയിരുന്നില്ല. കാരണം ശ്രുതി നിൽക്കില്ല, താളം നിൽക്കില്ല. അപ്പോൾ ഒരേ ഒരു പീസ്, ഒരു വർണ്ണം ഫോർ എക്സാമ്പിൾ, അതായത് ഓപ്പണിംഗ് പീസാണ് പലപ്പോഴും കച്ചേരികളിലെ, ഒരു വർണ്ണം എടുത്ത് 1 അല്ല 2 അല്ല 10 അല്ല 100 പ്രാവശ്യം അദ്ദേഹം പാടും, ജസ്റ്റ് ടു ഗെറ്റ് ഇറ്റ് റൈറ്റ് വൺസ് ഇൻ എ കോൺസെർട്ട്. വിരാട് കോഹ്ലി ഒരു ബോളിംഗ് മെഷീൻ വെച്ചിട്ട് ഒരു ഷോട്ട് 200-300 ടൈംസ് ആണ് കളിക്കുന്നത്. മേ ബി ഹി പ്ലേസ് ദാറ്റ് ഷോട്ട് 2 or 3 ടൈംസ് ഇൻ ദ മാച്ച്. ഒരു റെപ്പറ്റീഷൻ എന്ന് പറയുന്നത് ബോറടി ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കാര്യം ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കുക. ഇഫ് യു വാണ്ട് ടു ബിക്കം എ ട്രൂ ചാമ്പ്യൻ ഇൻ എനി ഫീൽഡ്, ഇത് ശരിക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. അതുപോലെ മുഹമ്മദ് അലിയോട് ചോദിച്ചു, നിങ്ങൾ സ്റ്റൊമക് ക്രഞ്ചേഴ്സ് അറിയാമല്ലോ, സ്റ്റൊമക് ക്രഞ്ചേഴ്സ് വളരെ ബുദ്ധിമുട്ടൊരു എക്സസൈസാണ്, എത്ര സ്റ്റൊമക് ക്രഞ്ചേഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് അലി പറഞ്ഞു, ഞാൻ എണ്ണാറില്ലായിരുന്നു. എനിക്ക് എപ്പോൾ എൻ്റെ ഈ മസിൽ ടയർ ചെയ്ത് വേദന എടുത്ത് പൊട്ടിപ്പോകുന്നു തോന്നുമോ അതുവരെ ചെയ്യുമായിരുന്നു. ബ്രൂസ്ലി പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് എനിക്ക് 1000 കിക്സ് അറിയാവുന്നവരെ എനിക്ക് പേടിയില്ല, പക്ഷേ ഒരേ കിക്ക് 1000 തവണ പ്രാക്ടീസ് ചെയ്യുന്നവരെ എനിക്ക് പേടിയാണ്. സോ നമുക്ക് വിജയത്തിലെത്താൻ, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല വിജയത്തിലെത്താൻ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ജോലിയിലുള്ള ആളായാലും, യു ഹാവ് ടു ഫൈൻഡ് വേയ്സ് ടു കമ്പാറ്റ് ദാറ്റ് ബോർഡം അല്ലെങ്കിൽ മൊനോട്ടണി. നമ്മൾ ബോറടിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല, പക്ഷേ അതിൽ കമ്മിറ്റഡ് ആയിട്ട് വി ഹാവ് ടു ഫൈൻഡ് എ വേ ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. അങ്ങനെ നമുക്കൊരു ചാമ്പ്യൻ ആകാൻ പറ്റൂ ഏത് ഫീൽഡിലായാലും. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ഒരു സേനയ്ക്ക് മുഴുവൻ കളങ്കമായി കുറച്ചുപേർ പറയുന്നത് സംസ്ഥാന പോലീസിനെ കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തുവരുന്ന വാർത്തകൾ മുഴുവൻ പല പോലീസ് സ്റ്റേഷനുകളിലും ഉണ്ടാകുന്ന പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചാണ്. ഇത്തരത്തിൽ അതിക്രമം നടത്താൻ ആരാണ് ഇവർക്ക് അധികാരം നൽകുന്നത്? നടപടികളെടുക്കാൻ സർക്കാർ ബാധ്യസ്ഥരല്ലേ? വനിതാ ജംഗ്ഷൻ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അതിലേക്ക് നമസ്കാരം. സംസ്ഥാന പോലീസ് സേനയെ ജനകീയ സേനയെന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിക്കുന്നത്. ആ സേനയെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്നതൊന്നും ജനകീയമല്ല. സേനയെ കളങ്കപ്പെടുത്തുന്ന പെരുമാറ്റമാണ്. ആ പെരുമാറ്റം ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാലും മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാകും. സേനയുടെ സംശുദ്ധിയോടെ യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരാളും ഈ സേനയിൽ വേണ്ട എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. അങ്ങനെ ചില നമുക്ക് ഗവൺമെന്റിനും സമൂഹത്തിനും
ദോഷപ്പേരുണ്ടാക്കുകയും ഈ സേനയിൽ തന്നെ നിലനിർത്തുവാൻ യോഗ്യതയില്ലാത്ത ചില ഓഫീസർമാരുണ്ട്. അവരെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആഭ്യന്തര വകുപ്പിന് നേരെ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള രൂക്ഷമായ തെളിവുകൾ സഹിതമുള്ള വിഷ്വൽ തെളിവുകളടക്കമുള്ള ആരോപണങ്ങൾ വന്നിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? മുഖ്യമന്ത്രി ആരെയാണ് സംരക്ഷിക്കുന്നത്? പോലീസ് ക്രൂരതയുടെ നേർചിത്രം പല CCTV ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ പോലീസ് ക്രൂരതകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാണ്. രാഷ്ട്രീയ വിഷയത്തിനപ്പുറം ഇതിന് വലിയ മാനങ്ങളുണ്ട്. നീതി ഉറപ്പാക്കേണ്ടവർക്കെതിരെ നീതിപീഠത്തെ സമീപിക്കേണ്ട ഗതികേടിലാണ് പൊതുജനങ്ങൾ. ഇങ്ങനെയാണോ ഒരു ജനകീയ സർക്കാരിന്റെ ജനകീയ പോലീസ് പെരുമാറേണ്ടത്? ഈ വിഷയമാണ് ഇന്ന് വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. മായ, ഞാൻ പറഞ്ഞ പോലെ ജനകീയ സർക്കാരാണ്. ആ ജനകീയ സർക്കാരിൻ്റെ പോലീസ് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി അവരുടെ എല്ലാ രീതിയിലും അവരെ സൗഹാർദ്ദപരമായി അവരോട് ഇടപെടണം, എല്ലാ തരത്തിലും അവരെ ചേർത്തു പിടിക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാന പോലീസിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കുന്നംകുളത്തെ സുജിത്തിൻ്റെ ആ ഒരു മർദ്ദന കേസ് മുതൽ ഇങ്ങോട്ട് കേൾക്കുന്നതൊന്നും അത്ര ഒരു ശുഭകരമായ വാർത്തയല്ല. എന്താണ് ഇത്? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? അഖില, ഇത് നമ്മൾ ഓരോ സർക്കാർ വരുന്ന സമയത്തും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പോലീസിൻ്റെ അതിക്രമങ്ങൾ, ക്രൂരതകൾ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നത്. ഇത് ആദ്യത്തെ ഒരു സംഭവമൊന്നുമല്ല. ഈ കുന്നംകുളം സംഭവം അത് ഈ ഒരു CCTV ദൃശ്യങ്ങൾ പ്രചരിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ഇപ്പോൾ വീണ്ടും ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. ഇത് ഇത്തരത്തിൽ ഒരു സാധാരണക്കാരനൊരാൾ ആണെങ്കിൽ ഇദ്ദേഹത്തിന് ഇതുപോലെ CCTV ദൃശ്യങ്ങളൊന്നും വാങ്ങാനുള്ള ഒരു കഴിവും ചിലപ്പോൾ അത്തരത്തിലൊന്നും ആ രീതിയിലേക്കൊന്നും അയാൾ പോകില്ല. ഇത് പക്ഷേ ഒരു പൊതുപ്രവർത്തകനാണ്. അവൻ നിരന്തര നിയമ പോരാട്ടമൊക്കെ നടത്തിയതിൻ്റെ കാരണം CCTV ദൃശ്യങ്ങൾ വന്നു, അത് പ്രചരിച്ചു. അപ്പോഴെല്ലാവരും ഞെട്ടി. ഇത്തരത്തിൽ അവനവൻ്റെ അഭിമാനത്തിന് പോലും ക്ഷതം സംഭവിക്കുന്ന രീതിയിലൊക്കെയുള്ള ക്രൂരമായ മർദ്ദനമാണ് അയാൾക്ക് നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ഇത് പോലീസിങ്ങിൻ്റെ ഈ ആദ്യം മുതൽ തന്നെ ആ പോലീസ് സേനയ്ക്ക് ആരോ കൽപ്പിച്ചു കൊടുത്ത പോലെയാണ് പൊതുജനങ്ങളെ അടിക്കാനും അല്ലെങ്കിൽ അവരുടെ നേരെ ഒരു പരാതിയുമായി ഉന്നയിക്കുന്ന ഒരാൾക്കെതിരെ അധികാരത്തിൻ്റെ ആ ഒരു ഹുങ്ക് കാണിക്കാനൊക്കെ കാലങ്ങളായി പോലീസ് സേന ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് അവൻ എന്തെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ, എന്ത് പ്രശ്നമുണ്ടായാലും ശരി, നമ്മളുടെ നിയമത്തിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് നമുക്ക് തൊട്ടടുത്ത് ഉള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പറയുക എന്നുള്ളതാണ്. അവിടെ നിന്ന് പോലും നമുക്ക് നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ തൊട്ടടുത്ത ഒരു ഓപ്ഷൻ നമുക്ക് തേടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് പോകേണ്ടത്? നമ്മൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കിനി നടക്കുമോ? അങ്ങനെയുള്ള പല ചിന്തകളും, അങ്ങനെയുള്ള പലൊരു പേടിയും ഭയവും ഒക്കെ ഉണ്ടാകും. നമ്മൾ പലപ്പോഴും പോലീസ് ജനകീയമാണ്, ഇപ്പോൾ അതിൽ തന്നെ നമ്മൾ ഇൻട്രോയിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പോലീസ് ജനകീയമാണ് നമുക്ക് പറയുമ്പോൾ എത്രത്തോളം ജനകീയമാണ് എന്നുള്ളത് ഈ ഭരിക്കുന്നവർ കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പോലീസിലേക്ക് വരുന്നവർ എല്ലാം തന്നെ ഈ അത്യാവശ്യം ബോധമുള്ളവരൊക്കെ തന്നെയാണ് പോലീസിലേക്ക് വരുന്നത്. ഉന്നത വിദ്യാഭ്യാസമുള്ളവരൊക്കെ തന്നെയാണ്. അധിക ആളുകളും ഡിഗ്രി കഴിഞ്ഞ് PG ഒക്കെ കഴിഞ്ഞ ഒരുപാട് പോലീസ് സേനയിലുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ പൊതുബോധവും നിയമത്തിൻ്റെ വശങ്ങളും ഒക്കെ കൃത്യമായി അറിയുന്ന ആളുകളാണ്. അവരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടാകുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി ആളുകൾ ഉണ്ടാകും എന്നുള്ളൊരു ബോധമാണ് അവർക്ക്. അത് രണ്ട് തരത്തിലുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ അവർക്ക് സംരക്ഷണം കിട്ടും, അതുപോലെ രാഷ്ട്രീയക്കാരിൽ നിന്ന് അവർക്ക് സംരക്ഷണം കിട്ടും. ഇത്തരത്തിൽ ഈ രണ്ട് കേന്ദ്രങ്ങളെ അവർക്ക് വളരെ സുഗമമായി സമീപിക്കാം. എന്ത് കാണിച്ചു കഴിഞ്ഞാലും സംരക്ഷിക്കാൻ ഇവരുണ്ടാകും എന്നുള്ളൊരു ബോധമുള്ളത് കൊണ്ടാണ് ഇത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. ഈ കുന്നംകുളത്തെ സംഭവം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇപ്പം CCTV സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഈ CCTV സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള മർദ്ദനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾ കാണും, അല്ലെങ്കിൽ മുതിർന്ന ഉദ്യോഗസ്ഥർ കാണും. ഈ CCTV ദൃശ്യങ്ങൾ നേരത്തെ മുതിർന്ന ഉദ്യോഗസ്ഥർ കണ്ടതാണ്. അതിൻ്റെ ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ട്രാൻസ്ഫറിൽ ഒതുക്കിയതാണ്. പക്ഷേ ഈ CCTV ദൃശ്യങ്ങൾ കാണും എന്നുള്ളൊരു ബോധം അവർക്കുണ്ടായിട്ടും അവരിത് ചെയ്യണമെങ്കിൽ അവർക്കുള്ള ധൈര്യം അത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാന പോലീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 60,000-ഓളം പോലീസുകാർ നമ്മുടെ സേനയിലുണ്ട്. ഏകദേശം 600-ഓളം പോലീസ് സ്റ്റേഷനുകൾ നമുക്കുണ്ട്. പക്ഷേ എന്നിട്ടും എവിടെയൊക്കെയോ നീതി ഞാൻ ഇൻട്രോയിൽ സൂചിപ്പിച്ച പോലെ നീതി നടപ്പാക്കേണ്ടവർക്കെതിരെ നീതിപീഠത്തെ സമീപിക്കേണ്ട ഗതികേട്. ഒരുപക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ സുജിത്തിന് അത് സാധിച്ചു. നീതിപീഠത്തിൽ നിരന്തരം 1.5 വർഷത്തിലധികം പോരാട്ടം നടത്താൻ പറ്റി. അതുകൊണ്ട് തന്നെ ആ സത്യങ്ങൾ പുറത്തു വന്നു. സുജിത്ത് അങ്ങനെ ഒരു ധൈര്യം കാണിച്ചതോടുകൂടി നിരവധി ആളുകൾക്ക് അതൊരു പ്രചോദനം തീർച്ചയായിട്ടും ആയിട്ടുണ്ട്. ഈ സുജിത്തിൻ്റെ ഇപ്പോൾ കുന്നംകുളം കേസ് വന്നതിന് ശേഷമാണല്ലോ ഒരുപാട് പേരിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്
വന്നിട്ടുള്ളത്. തങ്ങൾക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. CCTV ദൃശ്യം നമ്മുടെ ആ ഹോട്ടൽ ഉടമയുടെയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഒരു നിസ്സാര കാര്യത്തിന് മകനെ പോക്സോ കേസിൽ പെടുത്തും എന്ന് പറഞ്ഞ് കാശും കൂടി വാങ്ങിയെടുക്കുന്ന തരത്തിലേക്ക് പോലീസുകാർ തരം താഴ്ന്നു പോയി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സേനയ്ക്കകത്ത് ചില പുഴുക്കുത്തുകളുണ്ട്. നേരത്തെ പ്രതിപക്ഷമൊക്കെ പല തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ പ്രതിപക്ഷമാണെങ്കിൽ നേരത്തെ അവർ ഭരണപക്ഷമായിരുന്നു, അന്നും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ എങ്കിൽ കൂടി ആ പുഴുക്കുത്തുകളെ ശരിക്കും സർക്കാർ നിയന്ത്രിക്കേണ്ടത്. മായ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിനു മുമ്പും പല കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഉദയകുമാർ കസ്റ്റഡി കൊലപാതക കേസിലൊക്കെ നമ്മൾ കണ്ടതാണ്. എന്ത് സംഭവിച്ചു? ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് ശിക്ഷയൊക്കെ വിധിച്ചിട്ടും CBI വന്നപ്പോൾ ആ കേസ് ഒന്നും അല്ലാതായിപ്പോയി. ഒരു അമ്മയുടെ എത്രയോ വർഷം നീണ്ട നിയമ പോരാട്ടം വെറും ഒരു പോരാട്ടം മാത്രമായി അവസാനിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ സേനയെ പറ്റി പറയുകയാണെങ്കിൽ മറ്റൊരു പ്രധാന തമാശയായിട്ടാണെങ്കിലും പറയുന്നത്, മായ ഓർക്കുന്നുണ്ടോ, നമ്മുടെ ഇടുക്കിയിലൊരു മാങ്ങാമോഷണ കേസുമായി ബന്ധപ്പെട്ട് ഒരു പോലീസുകാരനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോയി. പക്ഷേ അതിലും വലിയ ക്രൂരതകൾ ചെയ്ത പോലീസുകാർ ഇപ്പോഴും സേനയിൽ തുടരുന്നുണ്ട് എന്നുള്ളത് വളരെ നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. ഇനി പറഞ്ഞു വരികയാണെങ്കിൽ ഈ ചില പോലീസുകാർ ഇപ്പോൾ, അതായത് അന്ന് നമ്മളിപ്പോൾ ഈ കേൾക്കുന്ന ഈ മധു ബാബു ആയിട്ട് ബന്ധപ്പെട്ട കേസൊക്കെ അന്ന് അദ്ദേഹം താഴ്ന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്ന് ഇപ്പോൾ വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ മധു ബാബുവിനെ അദ്ദേഹത്തെ നിരവധി തവണ ശിക്ഷിച്ചതാണ് ഈ പല അതിക്രമത്തിൻ്റെയൊക്കെ പേരിൽ. പക്ഷേ എന്നിട്ടും അദ്ദേഹം DYSP റാങ്കിലൊക്കെ എത്തി ഇപ്പോഴും സർവീസിൽ തുടരുകയാണ്. ഇത്തരത്തിലുള്ള ആളുകളെ പോലീസ് കാലങ്ങളായി സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 60,000-ലധികം പോലീസുകാരുണ്ട്. ഇതിൽ ഈ സർക്കാർ സഭയിൽ സമർപ്പിച്ച കണക്ക് പ്രകാരം ഇതിൽ 952 പേർ ക്രിമിനലുകളാണെന്നുള്ളതാണ്. അതിൽ 14 IPS ഉദ്യോഗസ്ഥരും ഉണ്ട് എന്നുള്ളതാണ്. ഈ പിണറായി വിജയൻ സർക്കാർ ഈ 2 വർഷക്കാലത്തെ രണ്ട് കാലങ്ങളായിട്ട് വന്ന പിണറായി വിജയൻ സർക്കാരിൽ തന്നെ ഏറ്റവും കൂടുതൽ പഴികേറ്റിട്ടുള്ളത് ഈ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടതാണ്. അകലെ സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്, കൂടുതൽ ജനകീയമാവേണ്ടതാണ്. ഏറ്റവും കൂടുതൽ കസ്റ്റഡി മർദ്ദനങ്ങളൊക്കെ നേരിട്ടിട്ടുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ. കസ്റ്റഡി മർദ്ദനം അദ്ദേഹം നിയമസഭയിലൊക്കെ അതിനെപ്പറ്റി വളരെ വൈകാരികമായി സംസാരിച്ചതൊക്കെ നമ്മൾ വാർത്തകളിലൊക്കെ വായിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ അതിന്റെ ക്ലിപ്പുകളൊക്കെ ഉണ്ട്. അദ്ദേഹം അന്ന് കൂത്തുപറമ്പ് MLA ആയിരുന്നപ്പോൾ K കരുണാകരനോട് പിന്നെ നിങ്ങൾ ഇങ്ങനെയാണോ, ഇങ്ങനെ അഴിച്ചു കയറൂരി വിടാനാണോ നിങ്ങൾക്ക് താല്പര്യം ചോദിച്ചിട്ടുണ്ട്. അതേ ചോദ്യം ഇപ്പോൾ മുഖ്യമന്ത്രിയോട് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മൗനത്തിലാണ്, പ്രതികരിക്കുന്നില്ലല്ലോ. പക്ഷേ മുഖ്യമന്ത്രി അതിലിനിയും എന്തെങ്കിലും പറയുമെന്ന് തോന്നുന്നുമില്ല. കാരണം നേരത്തെ ഇതിനെ പലതവണ മുഖ്യമന്ത്രി എപ്പോഴും പറയുന്നത് പോലീസിന്റെ ആത്മവീര്യം, മനോവീര്യം കെടുത്തരുത് എന്നുള്ളതാണ്. എത്ര നാൾ ഇത് പറഞ്ഞു മുന്നോട്ട് പോകാനാകുമെന്നുള്ളതാണ്. ഇനി ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ വന്നിട്ടും മുഖ്യമന്ത്രിയോ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഇനി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനും വയ്യ. കാരണം അദ്ദേഹം അത് പ്രതികരിക്കില്ല. ഈ അദ്ദേഹത്തിന്റെ തന്നെ മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കുന്ന സമയത്തുള്ള ഭരണപക്ഷ MLA ആയ PV അൻവർ, അദ്ദേഹം ഈ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചത് ഈ ആഭ്യന്തര വകുപ്പിനെതിരെയാണ്. പക്ഷേങ്കിൽ അദ്ദേഹം വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. ദാവൂദ് ഇബ്രാഹിമിന്റെ സംഘമാണ് എന്നാണ് ഈ പോലീസ് സേനയെ വിശേഷിപ്പിച്ചത്. പക്ഷേ എന്നിട്ടും PV അൻവറിനെ ഒരു എന്താണ് സ്വർണ്ണക്കടത്തുകാരനൊക്കെയായി ചിത്രീകരിച്ച്, പക്ഷെ അദ്ദേഹം ഉന്നയിച്ച ആ പോയിന്റിനുമേൽ അതിനുമേലൊരു ചർച്ചയോ സംരക്ഷണം MR അജിത് കുമാർ അടക്കം. അതെ, പിന്നീട് അദ്ദേഹത്തെ മറ്റുന്നത പദവികളിലേക്ക് ശുപാർശ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ആരോടെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തങ്ങളുടെ ജോലി പോകും എന്നുള്ളൊരു ബോധം അവർക്കുണ്ടാകുന്ന രീതിയിൽ മാതൃകാപരമായ ഒരു നടപടിയാണ് ഏത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അത് എനിക്ക് തോന്നുന്നില്ല മായ അങ്ങനെ സംഭവിക്കുമെന്ന്. കാരണം കഴിഞ്ഞ ഈ ഒരു 10 വർഷം പിണറായി സർക്കാരിന്റെ കാലാവധി ഇതാ കഴിയാറായി. 2016 തുടങ്ങിയതാണ് 2 സർക്കാരുകളുടെ കാലത്ത്. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു കണക്കുകൾ അനുസരിച്ച് 17-ലധികം കസ്റ്റഡി മരണങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതായത് ബൂട്ടിട്ട് ചവിട്ടി കൊല്ലുക, അല്ലെങ്കിൽ ഈ ആത്മാഭിമാനം നഷ്ടപ്പെട്ട് പുറത്തിറങ്ങി ആത്മഹത്യ ചെയ്യുക, അങ്ങനെയൊക്കെ വിനായകന്റെ കേസിലൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ 17 കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കസ്റ്റഡി മരണങ്ങൾക്ക് പിന്നാലെ ഇത്തരത്തിൽ പോലീസുകാർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ 22 പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ കൃത്യമായ ഒരു നടപടിയല്ല. സസ്പെൻഷനിൽ ആ കാര്യങ്ങൾ അവസാനിക്കുകയാണ്. 3-6 മാസത്തെ സസ്പെൻഷൻ കഴിഞ്ഞ് ഇവർ വീണ്ടും തിരിച്ചെത്തുകയാണ്. ഇതിൽ 13-ലധികം പോലീസുകാർ ഇപ്പം തന്നെ സേനയെ തിരിച്ചെത്തിക്കഴിഞ്ഞു. ബാക്കിയുള്ളവരും വൈകാതെ തിരിച്ചെത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്തരത്തിലുള്ള ശക്തമായ ഒരു നടപടിയൊന്നും നമ്മുടെ സംസ്ഥാന പോലീസ് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. നേരത്തെ ഈ മുഖ്യമന്ത്രി പറയുന്ന പോലെ തന്നെ ആ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ എത്ര വലിയ അതിക്രമമാണ് പോലീസുകാർ ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇവിടെയുള്ള അന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകരോടൊപ്പം ചെയ്തത്. നമ്മുടെ കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്താണല്ലോ നമുക്ക് രാജന്റെ കൊലപാതകവുമായി ബന്ധം, അദ്ദേഹം എവിടെയാണ്, എന്താണ് സംഭവിച്ചതെന്ന് പോലും ഇന്നും അവ്യക്തമായി തുടരുന്ന നിയമ പോരാട്ടവുമായ ഒരു അച്ഛൻ എത്രയോ കാലം ഇതിന് പിന്നാലെ നടന്നതുമൊക്കെ ഈ നമ്മൾ പറയുകയാണെങ്കിൽ
സാക്ഷര കേരളം കണ്ടതാണ്. പക്ഷേ എന്നിട്ടും ഇപ്പോഴും പോലീസുകാർക്കെതിരെ നടപടിയില്ല. നേരത്തെ മായ സൂചിപ്പിച്ച പോലെ തന്നെയാണ്. എന്ന് വെച്ചാൽ സംരക്ഷിക്കാൻ ആളുകളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നടപടികൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഈ അഖില സൂചിപ്പിച്ചതുപോലെ ഈ കസ്റ്റഡി മരണങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഒരുവിധം എല്ലാവർക്കും ഇതുപോലെ കസ്റ്റഡിയിൽ വെച്ച് പീഡനങ്ങളും മർദ്ദനങ്ങളും ഒക്കെ ഏറ്റിട്ടുണ്ട്. പക്ഷേ ഓരോ വർഷം കഴിയും തോറും നമ്മൾ അത്രയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാക്ഷര കേരളം എന്ന് വീണ്ടും പറയേണ്ടി അപ്പോൾ ആ പോലീസ് സേനയെ നവീകരിക്കണം. പക്ഷേ അതിന് ഈ സർക്കാരിന് പോലും കഴിയുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യം തന്നെയാണ്. ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ പൊറുതി മുട്ടി. പോലീസുകാരെന്ന് വെച്ചാൽ എല്ലാ പോലീസുകാരെയും നമ്മൾ അടച്ചാക്ഷേപിക്കാൻ പാടില്ല. നീതിമാന്മാരായ നിരവധി പോലീസുകാർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. സാധാരണക്കാർക്ക് ഇതിനു വേണ്ടി സൗഹാർദ്ദപരമായി പെരുമാറും. പക്ഷെ നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ അത്തരത്തിലൊരു സാധാരണക്കാരൻ വന്നാൽ അവൻ്റെ ആവശ്യം നടപ്പാക്കാൻ കഴിയുന്ന, സൗഹാർദ്ദപരമായി അവനോട് ഇടപെടാൻ കഴിയുന്ന ഒരു ഇടമായി മാറേണ്ട കാലം എന്നോ അതിക്രമിച്ചു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്ന വാർത്തകൾ ആലോചിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം മാധ്യമപ്രവർത്തകരാണ് കുറച്ചുകൂടി ഈ സർക്കാരുമായിട്ടും അല്ലെങ്കിൽ പോലീസുമായിട്ടൊക്കെ ഇടപെടാൻ കുറച്ചുകൂടി എളുപ്പമായിട്ട് പോലും നമുക്കൊരാശങ്ക തോന്നുന്നില്ലേ? നമ്മുടെ ഒരു ആവശ്യവുമായി ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തിയാൽ ഇതാണോ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്? അതായത് പൊതുപ്രവർത്തകർക്ക് പോലും അത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമുക്ക് സംശയമുണ്ടാകും. അങ്ങനെ നമുക്ക് സംശയമുണ്ടാകുമ്പോൾ തീരെയും സാധാരണക്കാരായ മറ്റൊരു മാർഗവുമില്ലാത്ത തികച്ചും അജ്ഞരായ ചില മനുഷ്യർ അവരെവിടെയാണ്, എങ്ങനെയാണ് അവരിതിനെതിരെ പോരാടുക എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ ഉയർന്നു വരും. മാറ്റം എന്തായാലും ഉണ്ടാകേണ്ടതാണ്. 2011 നിയമം അനുസരിച്ചൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഈ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള കാര്യങ്ങളും അതുപോലെ കമ്മ്യൂണിറ്റി പോലീസിങ്ങിനെ കുറിച്ചൊക്കെ ജനമൈത്രി പോലീസ്, അതെ, അതൊക്കെ അതിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പോൾ വളരെ മികച്ച ഒരു നിയമമാണ് നമ്മുടെ 2011 സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അതൊന്നും ഈ നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥർ അത് കീഴ്മേ മറിച്ചുകൊണ്ട് അത് വളരെ ഗുരുതരമായ ലംഘനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോരോ പരാതികളും. ഇനി വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരാതികൾ ഉയരും എന്ന് തന്നെയാണ് സംശയം. കാരണം നിരവധി പേർ ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നിരവധി പേർ ഇത്തരത്തിൽ പരാതികളുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഭയമൊക്കെ മാറി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സുജിത്ത് തുടങ്ങി വെച്ച ഒരു പോരാട്ടം കൂടുതൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും തെളിവുകളുമായി, അതായത് വിവരാവകാശ നിയമപ്രകാരം CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ എനിക്ക് തോന്നുന്നു ഇനി അതിലുമൊക്കെ മാറ്റം വരുത്തും എന്നാണ് തോന്നുന്നത്. ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നാൽ അങ്ങനെ CCTV ദൃശ്യങ്ങളൊക്കെ കൊടുക്കാതിരിക്കാനുള്ള നടപടികളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പും പലതവണ കയറി ഇറങ്ങിയിട്ടാണ് പലർക്കും ഈ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ദൃശ്യങ്ങൾ കിട്ടാത്ത സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ കൂടുതൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ സർക്കാർ മാറുമായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ച്, ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാലത്തിലൂടെയാണ് ഇനി അങ്ങോട്ടുള്ള ഒരു കടന്നുപോക്ക്, ഒരു 5-6 മാസക്കാലം. ആ ഒരു 6 മാസക്കാലം കൊണ്ട് ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് അത്തരം നടപടികൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. കാരണം ഇത്തരം കസ്റ്റഡി മർദ്ദനങ്ങളൊക്കെ അനുഭവിച്ച ഒരാളെന്ന നിലയിൽ തീർച്ചയായും അദ്ദേഹം അതിന് ആവശ്യമായ നടപടി എടുക്കേണ്ട കാലം അതിക്രമിച്ചു എന്നാണ് തോന്നുന്നത്. ഒപ്പം പ്രതിപക്ഷത്തിനും വെറുതെ ഇരിക്കേണ്ട സമയമല്ല. പ്രതിപക്ഷം ഇപ്പോൾ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ പല കാലത്തും അവരുടെ കാലത്തും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഓർക്കുക. ഒപ്പം മാറ്റങ്ങൾക്ക് വേണ്ടി പോരാടുക എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അതിനുള്ള ബാധ്യത, ഈ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ബാധ്യത സർക്കാരിനും കൂടിയുണ്ട്. കാരണം അവർ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരാണ്. അതുകൊണ്ട് ഈ മർദ്ദനങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു വ്യക്തതയും വിശദീകരണവും തീർച്ചയായും മുഖ്യമന്ത്രി കൂടി നൽകേണ്ടതായിട്ടുണ്ട്. ഈ നേരത്തെ നമ്മുടെ ഭരണഘടന എത്ര മികച്ചതാണെങ്കിലും അത് നടപ്പിലാക്കുന്നവരുടെ ഒരു മൂല്യബോധം ഇത് പ്രതിഫലിക്കുമെന്നാണ് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടി കൂട്ടി വായിക്കുകയാണ്. അത് നടപ്പിലാക്കുന്നവരുടെ ബോധം കൂടി ഇതിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ്. സേനയെ അടച്ചാക്ഷേപിക്കുകയല്ല, നല്ലവരും നീതിമാന്മാരുമായ നിരവധി പേർ നമ്മുടെ സംസ്ഥാന പോലീസിലുണ്ട്. പക്ഷേ തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാനാവില്ല. അവിടെ കൊടിയുടെ നിറമോ നക്ഷത്രങ്ങളുടെ എണ്ണമോ ഒന്നും പരിഗണിക്കേണ്ടതില്ല. മാറേണ്ട കാര്യങ്ങൾ മാറുക തന്നെ വേണം. സ്വയം തിരുത്തിയില്ലെങ്കിൽ തിരുത്താൻ സർക്കാർ ബാധ്യസ്ഥരാണ്.
20ാം ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ടോക്കിയോയിൽ തുടക്കമായി. ഇന്ത്യൻ സമയം പുലർച്ചെ ആരംഭിച്ച മത്സരത്തിൽ 35 കിലോമീറ്റർ വനിതകളുടെ നടത്തത്തിൽ ഇന്ത്യൻ താരങ്ങളായ പ്രിയങ്ക ഗോസ്വാമി മത്സരിച്ചു. വൈകിട്ട് നടക്കുന്ന പുരുഷന്മാരുടെ നടത്തത്തിൽ രാംബാബു, സന്ദീപ് കുമാർ എന്നിവരും മത്സരരംഗത്തുണ്ട്. നീരജ് ചോപ്രയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീമിൽ 19 അംഗങ്ങളാണ് ഉള്ളത്. മലയാളികളായ എം ശ്രീശങ്കർ, അബ്ദുള്ള അബുബക്കർ എന്നിവരും മത്സരത്തിനുണ്ട്. കോവിഡിനെ തുടർന്ന് ഒരു വർഷം വൈകി 2021 നടന്ന ഒളിമ്പിക്സിനു ശേഷം ജപ്പാൻ ആതിഥേയത്വം വഹിക്കുന്ന പ്രധാന മത്സരമാണ് ഇത്. മത്സരം 21-ന് സമാപിക്കും. റിപ്പോർട്ടറുടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.